18ാം ലോക്സഭയുടെ സമ്മേളനം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഐതിഹാസികമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വർദ്ധിത വീര്യത്തോടുകൂടി അധികാരത്തിൽ വന്ന BJP അല്ലെങ്കിൽ NDA മൂന്നാം തവണയാണ്. അതത്ര എളുപ്പമല്ല. കാരണം ഒരു ആന്റി ഇൻകംബൻസി വേവിനെയൊക്കെ മറികടന്നുകൊണ്ട്, ഭരണവിരുദ്ധ വികാരത്തെ മറികടന്നുകൊണ്ട് മൂന്നാം തവണ ഒരേ ആളുടെ നേതൃത്വത്തിൽ വിത്ത് റെഡ്യൂസ്ഡ് മെജോറിറ്റി അധികാരത്തിൽ വന്നു എന്നത് ചില്ലറ കാര്യമല്ല. അതുപോലെ തന്നെ പ്രതിപക്ഷം അതിശക്തമാണ്. അപ്പോൾ സാമാന്യം ശക്തമായ ഭരണപക്ഷവും അതിശക്തമായ പ്രതിപക്ഷവും എന്ന് പറയുന്നത് കൊണ്ടാണ് ഞാൻ ഐതിഹാസികം എന്ന വാക്ക് അവിടെ ഉപയോഗിച്ചത്. ഇവിടെ പ്രതിപക്ഷം എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഈ കഴിഞ്ഞ ഒരാഴ്ചത്തെ പ്രകടനം ഒരു സാക്ഷിയാണ് എങ്കിൽ എന്താണ് ഷേപ്പ് ഓഫ് തിങ്സ് ടു കം, എന്താണ് വരാനിരിക്കുന്നത്? നമുക്കൊന്ന് പെട്ടെന്നൊന്ന് നോക്കാം. അതിന്റെ ഒരു ഫോക്കസ് പോയിന്റുകൾ നോക്കാം. പ്രതിപക്ഷം സത്യപ്രതിജ്ഞ ചെയ്യാനായി പ്രതിപക്ഷത്തെ അംഗങ്ങൾ വന്നത് ഭരണഘടനയുടെ കോപ്പിയെടുത്ത് കാട്ടിക്കൊണ്ടാണ്. അതിനർത്ഥം പ്രതിപക്ഷം ഉപയോഗിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ആയുധം ഭരണഘടന തന്നെയാണ്. എന്നാൽ ഭരണപക്ഷവും ഉപയോഗിക്കുന്ന ആയുധം അത് തന്നെയാണ് എന്നത് വിധിവൈപരീത്യം എന്നേ പറയാനാവൂ. അടിയന്തരാവസ്ഥയുടെ 50ാം വാർഷികത്തിലേക്ക് കടക്കുന്നു. അവിടെ അടിയന്തരാവസ്ഥയെ ഓർമ്മിച്ചുകൊണ്ട് ആ അഭിശപ്തമായ ദിനങ്ങളെ ഒന്ന് അയവിറക്കിക്കൊണ്ട് സ്പീക്കറുടെ ഭാഗത്ത് നിന്ന് പ്രമേയം വരികയാണ്, അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് പ്രസ്താവന വരികയാണ്. സ്പീക്കർ നമുക്കറിയാം ഓം ബിർളയെ വീണ്ടും സ്പീക്കറായി തെരഞ്ഞെടുത്തു. അതിന് പ്രതിപക്ഷം വോട്ടെടുപ്പിന് ശടിച്ചില്ല എങ്കിലും പ്രതിപക്ഷം ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി. എന്നിട്ട് ശബ്ദ വോട്ടോടുകൂടി അദ്ദേഹത്തെ അംഗീകരിച്ചു. ഒരുപാട് ബാഡ് ബ്ലഡ് അവിടെ ഒഴുകി. അതായത് ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിലുള്ള ഒരു സ്വരച്ചേർച്ചയില്ലായ്മ ആദ്യം തന്നെ കണ്ടു. അത് വരാനിരിക്കുന്ന സംഘർഷത്തിന്റെ നാളുകളുടെ സൂചനയാണ്. പ്രോട്ടം സ്പീക്കറുടെ ഇലക്ഷനിൽ നമ്മളത് സെലക്ഷനിൽ അത് കണ്ടു. കൊടിക്കുന്നിൽ സുരേഷ് സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന സാഹചര്യം കണ്ടു. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് സമവായം ഉണ്ടായില്ല. പ്രതിപക്ഷത്തിന് അത് കൊടുക്കുമെന്ന സൂചനയില്ല. അങ്ങനെ വരുമ്പോൾ പ്രതിപക്ഷത്തെ വേണ്ടതുപോലെ പരിഗണിക്കാതെ മുൻകാലങ്ങളിൽ ഏകപക്ഷീയമായി കാര്യങ്ങൾ ചെയ്തതുപോലെ ഒരു മുഷ്ക് അല്ലെങ്കിൽ ഒരു ധാർഷ്ട്യം ഭരണപക്ഷം കാട്ടുന്നു എന്ന ഒരു പ്രതീതി ആദ്യം തന്നെ ജനിക്കുന്നു. ഇവിടെ പ്രതിപക്ഷം അതിന് അതേ നാണയത്തിൽ ഉരുളയ്ക്ക് ഉപ്പേരി പോലെ തന്നെ പ്രതിപക്ഷം പ്രവർത്തിക്കുന്ന ഒരു കാഴ്ചയും കണ്ടു. ഇവിടെ 2-3 കാര്യങ്ങളാണ്. ഒന്ന്, രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായി ചുമതല ഏറ്റെടുത്ത ഉടനെ തന്നെ ആദ്യത്തെ അദ്ദേഹത്തിന്റെ നിയോഗം സ്പീക്കറെ അദ്ദേഹം സദസ്സിലേക്ക്, വേദിയിലേക്ക് ആനയിച്ചു കൊണ്ടുവരിക. പ്രധാനമന്ത്രിയോടൊപ്പം പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജുവിനോടൊപ്പം അദ്ദേഹവും രാഹുൽ ഗാന്ധിയും ചേർന്ന് പ്രതിപക്ഷത്തിന്റെ നേതാവെന്ന നിലയിൽ തന്നെ ഔപചാരികമായ സ്ഥാനം സ്വീകരിച്ചുകൊണ്ട് ഓം ബിർളയെ ഒരു വേദിയിലേക്ക് കൊണ്ടുവരുന്നു. ഓം ബിർളയുടെ പ്രസംഗത്തിന് ശേഷം അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരുപിടി കാര്യങ്ങളുണ്ട് രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ. അപ്പൊ നിഷ്പക്ഷത എന്ന വാക്കിന്റെ അർത്ഥതലങ്ങളെ കുറിച്ച് അദ്ദേഹം വാചാലമായി സംസാരിക്കുന്നു. പ്രതിപക്ഷത്തെ അടക്കി ഒതുക്കി സൈലൻസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനാവില്ല എന്ന ഒരു നേർത്ത താക്കീത് ആദ്യം തന്നെ നൽകുന്ന പ്രതിപക്ഷ നേതാക്കൾ രാഹുൽ ഗാന്ധിയെ മാത്രമല്ല മറ്റ് പ്രതിപക്ഷ നേതാക്കളും അഖിലേഷ് യാദവ് ഉൾപ്പെടെയുള്ള മറ്റ് പ്രതിപക്ഷത്തെ പ്രധാന മുഖങ്ങളും ഇതേ രീതിയിൽ തന്നെയാണ് സംസാരിക്കുന്നത്. മാത്രമല്ല പ്രസിഡന്റിന്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള ഇന്ത്യൻ പ്രസിഡന്റ് ദ്രൗപദി മുർമുവിന്റെ പ്രസംഗം, ആ പ്രസംഗത്തിലും അടിയന്തരാവസ്ഥ കടന്നു വരുന്നു. അപ്പൊ അടിയന്തരാവസ്ഥ 2 പ്രാവശ്യം ഭരണപക്ഷം ആയുധമായി ഉപയോഗിക്കുന്നു. 2 നിഷ്പക്ഷ സ്ഥാപനങ്ങളെയാണ് ആയുധമായി ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഉപാധിയായി ഉപയോഗിക്കുന്നത്. ഒന്ന്, സ്പീക്കർ നിഷ്പക്ഷനായിരിക്കേണ്ടതും എന്നാൽ BJP നേതാവായി ഇരിക്കുന്നതുമായ ഓം ബിർളയെ കൊണ്ട് അടിയന്തരാവസ്ഥയെ അപലപിച്ചുകൊണ്ട് ഇവിടെ പ്രമേയം അവതരിപ്പിക്കുക അല്ലെങ്കിൽ പ്രസ്താവന നടത്തുകയാണ്. അതുപോലെ തന്നെ പ്രസിഡന്റിന്റെ നയപ്രഖ്യാപന പ്രസംഗത്തിലും അടിയന്തരാവസ്ഥ കടന്നു വരുന്നു. അത് ഭരണഘടനാ ലംഘനമാണെന്ന് പറയുന്നു. ഭരണഘടനയെ ഉയർത്തിപ്പിടിക്കാൻ ഈ സർക്കാർ ബാധ്യസ്ഥമാണെന്ന് പറയുന്നു. അതേ സമയത്ത് പ്രതിപക്ഷം പറയുന്നത് കഴിഞ്ഞ നാളുകളിലെ അടിയന്തരാവസ്ഥയുടെ ഭൂതം നമ്മളെ വേട്ടയാടാതിരിക്കട്ടെ, ഇപ്പോൾ ഭരണഘടനാ സ്ഥാപനങ്ങൾ കോംപ്രമൈസ് ചെയ്യപ്പെടുന്നു. അപ്രഖ്യാപിത 75 നടന്നത്, 75 മുതൽ 77 വരെ നടന്നത് പ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണെങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ 16-17 ലോക്സഭയിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നടന്നത് അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണ് എന്ന ഒരു ആരോപണം മാത്രമല്ല, അത് അങ്ങനെയായിരുന്നു കഴിഞ്ഞ ലോക്സഭയുടെ പ്രതിപക്ഷത്തിന്റെ ചലനങ്ങളെല്ലാം. അന്ന് അവർക്ക് നമ്പേഴ്സ് ഇല്ലായിരുന്നു.
ഇന്ന് അതിശക്തമായി പോരാടാനുള്ള നമ്പേഴ്സ് ഉണ്ട്. പാർലമെന്റിലെ സംസാരങ്ങൾക്ക് പ്രതിപക്ഷത്തിന് കൂടുതൽ സമയം അലോട്ട് ചെയ്ത് നൽകും. ഒരു പാർട്ടിയുടെ പാർലമെന്ററി പാർട്ടിയുടെ സ്ട്രെങ്ത് അനുസരിച്ചാണ് ഓരോ പാർട്ടികൾക്കും സമയം അലോട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് കൂടുതൽ സമയം ഭരണപക്ഷത്തെ വിമർശിക്കാനായി, ചർച്ചകളിൽ പങ്കെടുക്കാനായി കൂടുതൽ സമയം പ്രതിപക്ഷത്തിന് ലഭിക്കുകയാണ്. അവിടെ ശക്തമായ മുഖങ്ങളുണ്ട്. പ്രധാന ഘടകകക്ഷികളുടെ നേതാക്കൾ എത്തിയിട്ടുണ്ട്. അത് മാത്രമല്ല, സോണിയാഗാന്ധി രാജ്യസഭയിലാണ്, പക്ഷേ ലോക്സഭയിൽ രാഹുൽ ഗാന്ധി ഓൾറെഡി ഉണ്ട്. ഗാന്ധി നെഹ്റു ഫാമിലിയിൽ നിന്നും പ്രിയങ്ക ഗാന്ധി വയനാടിൽ നിന്നും ജയിച്ചു വരാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അതുകൊണ്ട് സ്ത്രീ ശബ്ദവും അവിടെ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് മുഴങ്ങിക്കേൾക്കാൻ സാധ്യതയുണ്ട്. മഹുവ മൈത്രയെ പോലെയുള്ള ഗംഭീര പ്രാസംഗികർ തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ട്. പക്ഷെ ഈ പ്രതിപക്ഷത്തിനെ അലട്ടുന്ന പ്രധാന പ്രശ്നം, ആരാണ് പ്രതിപക്ഷത്തിന്റെ മൊത്തം നേതാവ്? കോൺഗ്രസ് പാർട്ടിയുടെ നേതാവ് ഔപചാരികമായി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ്. പക്ഷെ പ്രതിപക്ഷം മൊത്തത്തിൽ ശ്രീ രാഹുൽ ഗാന്ധിയെ നേതാവായി തെരഞ്ഞെടുത്തിട്ടില്ല. ഇതൊരു അനൗപചാരിക അംഗീകാരം മാത്രമാണ്. പക്ഷെ മുൻകാലങ്ങളിൽ ഒരുപക്ഷെ രാഹുൽ ഗാന്ധിക്ക് പ്രതീക്ഷിക്കാനാവാത്ത തരത്തിലുള്ള പിന്തുണ ഇപ്പോൾ സഖ്യകക്ഷികളിൽ നിന്ന് ലഭിക്കുന്നു. സമാജ്വാദി പാർട്ടിയിൽ നിന്ന് കലവറയില്ലാത്ത പിന്തുണയാണ് ലഭിക്കുന്നത്. DMK-യിൽ നിന്ന് ലഭിക്കുന്നതും അതുപോലെയുള്ള പിന്തുണയാണ്. ശിവസേനയിൽ നിന്നും അതുപോലെ തന്നെ പിന്തുണ ലഭിക്കുന്നു. പക്ഷേ തൃണമൂൽ കോൺഗ്രസ് പോലെയുള്ള കക്ഷികൾ ഒരുപക്ഷെ വിഷയാധിഷ്ഠിതമായ പിന്തുണയായിരിക്കാം നൽകുന്നത്. ഇപ്പോൾ സ്പീക്കർ തെരഞ്ഞെടുപ്പിന് പോലും തങ്ങളെ കൺസൾട്ട് ചെയ്തില്ല എന്ന പരിഭവം തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് വന്നത് ഇന്ത്യ മുന്നണിക്ക് ഒരു കല്ലുകടിയാണ്. ഇത്രയും കക്ഷികളെ 30 കക്ഷികളെ മെരുക്കിക്കൊണ്ട് പോവുക എന്ന് പറയുന്നത് പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിക്ക് ശ്രമകരമായ ഒരു ദൗത്യമാണ്. അതുകൊണ്ട് പ്രതിപക്ഷം ശക്തമെന്ന് പ്രകടമായി തോന്നാമെങ്കിലും അവിടുത്തെ കക്ഷികളെ പിളർത്താനായില്ല എങ്കിലും മൊത്തത്തിൽ സ്വാംശീകരിച്ചെടുക്കാൻ തന്ത്രങ്ങൾ മെനയാൻ മിടുക്കരായ അമിത്ഷായെ പോലെയുള്ള ആളുകൾ ഭരണപക്ഷത്തുണ്ട്, മന്ത്രിമാരായിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് സംഭവിക്കും നാളുകളിൽ? ഇപ്പോൾ ചെറിയ ഭൂരിപക്ഷത്തിനാണ് ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ നാളുകളിൽ കുറച്ചുകൂടി കംഫർട്ടബിൾ ആയ മെജോറിറ്റി വേണം എന്ന് ആഗ്രഹിച്ചാൽ പ്രതിപക്ഷത്തെ ഇന്ത്യ മുന്നണിയിലെ ചില കക്ഷികളെ, അധികാരം എല്ലാവരും മയക്കുന്ന ഒരു വലിയൊരു ഒരു മയക്കുമരുന്നല്ലേ അധികാരം. അതുകൊണ്ട് ആ അധികാരത്തിന്റെ മോഹചിതളമേൽ വീണു പോകുന്ന കുറച്ച് പ്രതിപക്ഷ നേതാക്കളെങ്കിലും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം 5 വർഷമൊക്കെ അധികാരത്തിൽ നിന്നും പുറത്തു നിൽക്കാൻ പലർക്കും ബുദ്ധിമുട്ടാണ്. അങ്ങനെ വന്നാൽ ഇന്ത്യ മുന്നണിയുടെ കൺസോളിഡേഷൻ ഒരു ചോദ്യചിഹ്നമായി മാറും. അതിനെ അതിജീവിക്കാനുള്ള ശക്തി മുന്നണിയുടെ കോർഡിനേറ്റേഴ്സിനും മാനേജേഴ്സിനും ഉണ്ടോ? രാഹുൽ ഗാന്ധിക്ക് കോൺഗ്രസിന്റെ മാത്രമല്ല എല്ലാ പ്രതിപക്ഷ കക്ഷികളുടെയും ആത്മാർത്ഥമായ സഹകരണം ഉറപ്പുവരുത്താനും എല്ലാവരുടെയും നേതാവായി ലോക്സഭയിലും പുറത്തും പ്രശോഭിക്കാനും സാധ്യമാവുമോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അതുകൊണ്ട് സ്റ്റോമി ഡേയ്സ് ആർ എഹെഡ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാറും കോളും വലിയ പ്രക്ഷോഭങ്ങളും നിറഞ്ഞ ലോക്സഭാ അന്തരീക്ഷം ഞാൻ മുന്നിൽ കാണുന്നു. പക്ഷെ എത്രത്തോളം കാര്യഗൗരവത്തോടുകൂടി ബില്ലുകളുടെ ചർച്ചകൾ നടക്കും? എല്ലാം സ്തംഭിപ്പിക്കാൻ എളുപ്പമാണ്. സ്തംഭിപ്പിച്ച് പുറത്തു പോകുമ്പോൾ ഭരണപക്ഷം പെട്ടെന്ന് വോട്ടിനിട്ട് പാസ്സാക്കുന്നു. കഴിഞ്ഞ ലോക്സഭയിൽ നമ്മൾ കണ്ടതാണ്, കേവലം 11% ബില്ലുകൾ മാത്രമേ സെലക്ട് കമ്മിറ്റികൾക്ക് അല്ലെങ്കിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾക്ക് പോയിട്ടുള്ളൂ. അതിന് മുമ്പത്തെ 16ാം ലോക്സഭയിൽ 33% ബില്ലുകൾ മാത്രമാണ് അങ്ങനെ സെലക്ട് സബ്ജക്ട് കമ്മിറ്റികൾക്ക് പോയത്. അതിനു മുൻപ് അത് 70% UPA കാലഘട്ടത്തിൽ 70% ബില്ലുകളും പ്രത്യേകമായ കമ്മിറ്റികളിൽ പോയി അത് കൂലങ്കഷമായ ചർച്ചകൾക്ക് ശേഷം പാർലമെന്റിൽ വന്ന് പാർലമെന്റിലെ ഡിബേറ്റിന് ശേഷം പാസ്സാകുന്ന ഒരു കാഴ്ചയാണ് മുൻകാലങ്ങളിൽ. അതിൽ നിന്ന് വിഭിന്നമായി വളരെ നിർണായകമായ നിയമനിർമ്മാണങ്ങൾ ഉൾപ്പെടെ കാര്യമായ ഒരു ചർച്ചയുമില്ലാതെ പെട്ടെന്ന് അപ്പം ചുടുന്നത് പോലെ പാസ്സാക്കിയെടുക്കുന്ന ഒരു മാന്ത്രിക വിദ്യ നമ്മൾ കഴിഞ്ഞ 2 ലോക്സഭയിൽ കണ്ടു. അതിൽ നിന്നും വിഭിന്നമായി പ്രതിപക്ഷം കൂടി സഹകരിച്ച് ഇറങ്ങിപ്പോയാൽ പറ്റില്ല. വോക്കൌട്ട് തൊടുന്നതിനും പിടിച്ചതിനും എല്ലാം വോക്കൌട്ട് നടത്തിയാൽ പറ്റില്ല. അവിടെ പിടിച്ചു നിന്ന് ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇന്ത്യയുടെ സ്വരം കേൾപ്പിക്കുമെന്നാണ് ഇന്ത്യ മുന്നണിയുടെ നേതാക്കൾ പറയുന്നത്. അങ്ങനെയാണ് ഇന്ത്യൻ ജനങ്ങളുടെ വ്യത്യസ്തമായ സ്വരങ്ങൾ കേൾപ്പിക്കാൻ സഭയ്ക്കുള്ളിലുണ്ടാകണം പ്രതിപക്ഷം. സഭയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഒരു നിരുത്തരവാദപരമായ കാര്യങ്ങൾ അല്ല പ്രതിപക്ഷം ചെയ്യേണ്ടത്. സ്വാഭാവികമായി പ്രതീകാത്മകമായി വോക്കൌട്ടുകൾ ഉണ്ടാകും, അത് സ്വാഭാവികമാണ്, അതിൽ തെറ്റില്ലതാനും, അത് വേണം. പാർലമെന്റ് ജനാധിപത്യത്തിൽ അത് അനിവാര്യമാണ്. പക്ഷേ വോക്കൌട്ടുകളും സഭാസ്തംഭനവും മൂലം പാർലമെന്റ് നടപടികൾ നഷ്ടപ്പെട്ടാൽ ജനങ്ങൾ ഇന്ത്യ മുന്നണിക്ക് കൊടുത്ത മാൻഡേറ്റിനെ അവർ ബഹുമാനിക്കുന്നില്ല എന്നാണ്. നിങ്ങൾ പോകൂ, 234 പേര് പോകൂ, നിങ്ങൾ നിശ്ചിതമായി നരേന്ദ്രമോദിയെ വിമർശിക്കൂ. ഇതാണ് മാൻഡേറ്റിന്റെ, ജനകീയ മാൻഡേറ്റിന്റെ വിശകലനം. അതിന് സാധിക്കാതെ
അവിടുന്ന് ഇറങ്ങിപ്പോകുന്ന ഒരു പ്രതിപക്ഷമാണ്, എപ്പോഴും ഇറങ്ങിപ്പോകുന്ന സഭാ നടപടികൾ സ്തംഭിച്ചുകൊണ്ട് കോലാഹലങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പ്രതിപക്ഷമാണ് എങ്കിൽ ഒരുപക്ഷെ ജനങ്ങളോട് കാട്ടുന്ന വലിയ അവഹേളനമായിരിക്കും. തീർച്ചയായും കോലാഹലങ്ങൾ ഉണ്ടാകും, പ്രക്ഷുബ്ധമായ രംഗങ്ങൾ ഉണ്ടാകും. പക്ഷെ അതിനുശേഷം ശാന്തമായി വളരെ ഗൗരവത്തോടുകൂടി നിർണായക ബില്ലുകളിലും നിയമനിർമ്മാണങ്ങളിലുമുള്ള ചർച്ചകൾക്ക് നേതൃത്വം നൽകാൻ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കും പ്രതിപക്ഷത്തെ പ്രധാനപ്പെട്ട സാമാജികർക്കും ഭരണപക്ഷത്തോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് തന്നെ കഴിയട്ടെ എന്ന് നമുക്ക് കരുതാം. അങ്ങനെ ഇന്ത്യൻ ജനാധിപത്യം കുറച്ചുകൂടി സമ്പുഷ്ടമാകട്ടെ. ഭരണഘടനയുടെ അന്തസ്സത്ത ഉയർത്തിപ്പിടിക്കാൻ ഭരണപക്ഷത്തോടൊപ്പം തന്നെ പ്രതിപക്ഷത്തിനും ബാധ്യതയുണ്ട് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നിർത്തട്ടെ. നന്ദി, നമസ്കാരം.